Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. നാടിന്റെ ഐക്യം കരുത്തു തെളിയിച്ചപ്പോൾ പീച്ചാനിക്കാട് ഐക്കാട്ടുകടവ് അമ്പലക്കുളത്തിന് പുനർജന്മം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2 പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. അങ്കമാലി നഗരസഭ 30-ാം വാർഡിലെ ഐക്കാട്ട് നരസിംഹസ്വാമി ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്നാണ് അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിന്. പ്രധാന ക്ഷേത്രത്തോട് ചേർന്നു തന്നെ ഭഗവതിയുടെയും മഹാദേവന്റെയും ശ്രീകോവിലുകളും നിലകൊള്ളുന്നു. വർഷങ്ങളായി കാടുകയറി നാശോന്മുഖമായി കിടക്കുകയായിരുന്നു ക്ഷേത്രവും പരിസരവും. ക്ഷേത്രക്കുളവും വശങ്ങൾ ഇടിഞ്ഞു വീണും ജലസസ്യങ്ങൾ നിറഞ്ഞും കുളം തന്നെ ഇല്ലാത്ത അവസ്ഥയിലുമായി. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് പ്രദേശവാസികൾ ഒത്തുചേർന്ന് ഐക്കാട്ട് ദേവസ്വം ക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ക്ഷേത്രക്കുളത്തിന്റെ നവീകരണം സാധ്യമാകാതെ കിടന്നു. ഇതിനിടെയാണ് ജലസ്രോതസ്സുകളുടെ നവീകരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അമൃത് 2 പദ്ധതി കൊണ്ടുവരുന്നത്. അന്നു മുതൽ നഗരസഭ മുൻ ചെയർമാനും വാർഡ് കൗൺസിലറുമായ റെജി മാത്യു ഐക്കാട്ട് അമ്പലക്കുളത്തിന്റെ നവീകരണത്തിന് സാധ്യത തേടി രംഗത്തിറങ്ങി. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുമായി ചർച്ച നടത്തി കുളം നവീകരിക്കാനും ക്ഷേത്രമര്യാദകൾ പാലിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കും കുളം ഉപയോഗിക്കാനും അനുമതി നേടുകയും ചെയ്തു. അമൃത് 2 മിഷൻ പദ്ധതി പ്രകാരം 87.7 ലക്ഷം രൂപയും ലഭ്യമായതോടെ പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷം സഫലമായി. ബെന്നി ബഹന്നാൻ MP കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ ഐക്കാട്ടുകടവ് അമ്പലക്കുളം അമൃത് സ്കീമിൽ ഉൾപ്പെടുത്തി 87 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഈ ക്ഷേത്ര സന്നിധാനത്തിൽ ഈശ്വരാനുഗ്രഹത്തോടുകൂടി നമ്മളെല്ലാം നടത്തിയത്. ഞാൻ നേതൃത്വം കൊടുത്ത ഇതിൻ്റെ മുനിസിപ്പാലിറ്റിയെ, കൗൺസിലർമാരെ, ചെയർമാൻമാരടക്കമുള്ള ആളുകളെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അമൃത് സ്കീം. പ്രത്യേകിച്ച് അത് 2 കാര്യങ്ങളിലാണ് അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഒന്ന്, ഇതുപോലെയുള്ള ജലസ്രോതസ്സുകൾ നവീകരിക്കുക. മറ്റൊന്ന് കുടിവെള്ള പദ്ധതിയാണ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ അമൃത് സ്കീം പദ്ധതി ഉൾപ്പെടുത്തി കുടിവെള്ളത്തിൻ്റെയും ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം ബഹുമാനരായ കൗൺസിലർമാരോട് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കും. പക്ഷേ രജി സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി നേടിയെടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ പലപ്പോഴും പ്രഖ്യാപിക്കും ഏത് കാലഘട്ടത്തിലും. പക്ഷേ അതിൻ്റെ ഒരു മിടുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ പിന്നാലെ പോയി അതെന്തെന്ന് മനസ്സിലാക്കി സംയോജിതമായി ഇടപെട്ട് അത് പ്രാവർത്തികമാക്കാൻ നടത്തുന്ന
ഒരു കാര്യക്ഷമതയാണ് പലപ്പോഴും പദ്ധതി വിഹിതം നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചവരാണ് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ, ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും. അതിലൊന്നും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സഹകരണം നമ്മുടെ മുനിസിപ്പാലിറ്റി ലഭിക്കുന്നു എന്നൊരു സന്തോഷമാണ്. ഇത് കുറച്ചുകൂടി നമുക്കൊരു സന്തോഷം നൽകുന്നത് ഇത്തരം ഒരു നവീകരണ പ്രക്രിയ ഇവിടെ നടന്നത് ഒരു അമ്പലക്കുളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്ക് കുറച്ചുകൂടി സംതൃപ്തി നൽകുന്നു. അമ്പലക്കുളം നവീകരിച്ചപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ കാണിക്കേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ച് ബഹുമാനായ റജി ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ ജാഗ്രത നമ്മളിൽ ഉണ്ടാകണം. ഈ കുളം 87 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചിരിക്കുന്ന കുളം ഇനിയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ആ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു അമ്പലത്തിൻ്റെ കുളമായതുകൊണ്ട്, അമ്പലത്തിൻ്റെ പരിസരമായതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ നമുക്കെപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കാതെ തന്നെ ഈ കുളം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, കുളം ഉപയോഗിച്ചാലാണ്, വെള്ളത്തിൽ എപ്പോഴും കുളിക്കാനും നീന്താനും ഒക്കെ ഉപയോഗിച്ചാലാണ് ആ വെള്ളം നന്നാവുകയുള്ളൂ. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പായൽ പിടിച്ച് ഇത് ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ എപ്പോഴും കുളം ഉപയോഗിക്കണം. നമുക്കറിയാം എല്ലാം ശാസ്ത്രീയമാണ്. ഇപ്പം അമ്പലങ്ങൾ നമുക്കറിയാം, ഏത് അമ്പലത്തിൻ്റെ മുന്നിലും ഒരാളുണ്ടാകും, ഒരു കുളമുണ്ടാകും. ഇതെല്ലാം വളരെ ശാസ്ത്രീയമാണ്. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികന്മാർ ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രമൊക്കെ വ്യാപിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ പോലും ഓരോ കാലഘട്ടത്തിലും പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ ജനങ്ങൾക്ക് ആരോഗ്യകരമായ ശുദ്ധവായു ലഭിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊക്കെയുള്ള നമ്മുടെ പൂർവിക കാലം തൊട്ടുണ്ടായിരുന്ന അറിവ്, അത് ശാസ്ത്രബോധമാണ്. അമ്പലങ്ങൾ പണിയുമ്പോൾ അവിടെ ആൽമരം വേണമെന്നും അമ്പലങ്ങൾ പണിയുമ്പോൾ അവിടെ ഒരു ജലസ്രോതസ് വേണമെന്നൊക്കെയുള്ള ഒരു ശാസ്ത്രീയ ബോധം നമുക്കുണ്ട്. ആ ശാസ്ത്രീയ ബോധം ഇന്നത്തെ തലമുറയിലേക്ക് നമുക്ക് കൈമാറാൻ കഴിയണം. അതുകൊണ്ട് ഇതൊരു ജലസ്രോതസ്സാണ്. ഒരു പ്രദേശത്ത് ഒരു ജലസ്രോതസ് ഉണ്ടാകുന്നതിൻ്റെ മെച്ചം അത് കുടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ പ്രദേശത്തെ പരിസര പ്രദേശത്ത് മുഴുവൻ ഇത്രയും നല്ലൊരു ജലസ്രോതസ് ഉണ്ടെങ്കിൽ ആ ജലസ്രോതസ്സിൽ നിന്നും അതിൻ്റെതായ അനുഗ്രഹവും അതിൻ്റെതായ പ്രയോഗവും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ടാകും. അപ്പോൾ അത് സംരക്ഷിക്കുക എന്നതാണ് ചെയ്യുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ എല്ലാ നേതാക്കന്മാരും, ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയുണ്ട്. ഞാൻ ഇവരേക്ക് അനുമോദിക്കുന്നു. കാരണം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വന്ന 2-3 വാർത്തകൾ അങ്കമാലിക്കാരായ നമ്മളെ, ഞാനൊക്കെ അങ്കമാലിക്കാരനാണ്, ഞാൻ അങ്കമാലിയുടെ വോട്ടറാണ്, എൻ്റെ കൗൺസിലറാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അഭിനന്ദിക്കാം. കാരണം ഈ കഴിഞ്ഞ വർഷം പദ്ധതി വിഹിതം നടപ്പാക്കുന്നതിൽ അങ്കമാലി മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയിൽ 1ാമത് നിൽക്കുന്നു എന്ന കാര്യം സന്തോഷമാണ്. 103% പദ്ധതി വിഹിതം, 100% എന്നത് ആണ്. ഒരു 103% പദ്ധതി വിഹിതം നടപ്പാക്കി അങ്കമാലി മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തി. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശുചീകരണമാണ്. മാലിന്യമുക്തം, ആ മാലിന്യമുക്തം ആയ ഒരു മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്നതിനും നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റി വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതും 1ാം സ്ഥാനത്ത് തന്നെ നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റി നിൽക്കുന്നു. ഇന്ന് നമുക്ക് സന്തോഷകരമായി മറ്റൊരു വാർത്ത കേട്ടു. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എറണാകുളം ജില്ലയിലെ അല്ല, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ലൊരു ബസ് സ്റ്റാൻഡായി, അത് അല്ലേ ബസ് സ്റ്റാൻഡായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹരിത ബസ് സ്റ്റാൻഡ്. സാധാരണ നമുക്കറിയാം, സാധാരണ പണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പോകാൻ നേരത്ത് നമുക്ക് പലപ്പോഴും ബസ് സ്റ്റാൻഡിന്റെ ശുചിത്വവും അതിന്റെ പരിസര പ്രദേശവും ഒക്കെ പലപ്പോഴും മാലിന്യമുക്തമല്ല, മാലിന്യവൽക്കരണം ആണ് നടക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലെ നമുക്കറിയാം, ക്ഷമിക്കണം, KSRTCയിലെ ടോയ്ലറ്റുകൾ പലപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുന്നു. പരിസര പ്രദേശം ആകെ വളരെ വൃത്തികേടായി കിടക്കുന്നു. അങ്കമാലി മുനിസിപ്പാലിറ്റി ഏതായാലും KSRTC പരിസരം അത് ഏറ്റവും നല്ല ഒരു ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഹരിത ഒരു KSRTC സ്റ്റാൻഡാക്കി മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഞാൻ എല്ലാവരെയും എല്ലാ കക്ഷികളുമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. അതും നമുക്ക് നല്ലതാണ്. എല്ലാ കക്ഷികളുമുള്ള ഒരു മുനിസിപ്പാലിറ്റി അതും നല്ലതാണ്. കാര്യം വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും, നല്ലതാണ്. അങ്ങനെ നല്ല നിലയിൽ പോകുന്നു. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള, വികസിച്ചു വരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി. കാരണം നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ നമ്മുടെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി അങ്കമാലിയുടെ പ്രാധാന്യം
കുറച്ചുകൂടി വർദ്ധിക്കാൻ പോവുകയാണ്. അതുമൊക്കെ ഞാനും ബഹുമാനപ്പെട്ട ശ്രീ റോജിയും ഞങ്ങൾ ഈ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അതെത്രയും വേഗം അതൊന്ന് പണി അതിന്റെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കും ദീർഘമായി കടക്കുന്നില്ല. അതുകൊണ്ട് അങ്കമാലി മറ്റേതിനേക്കാൾ കൂടുതൽ നമുക്ക് വളരും, വികസിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തൊട്ടടുത്താണ്, അങ്കമാലിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഉണ്ടാകും അടുത്ത് തന്നെ. പുതിയ റെയിൽവേ സ്റ്റേഷൻ വരാൻ നേരത്ത് എല്ലാ അതിവേഗ ട്രെയിനുകൾ നമ്മുടെ വന്ദേ ഭാരത് ഉൾപ്പെടെ നമുക്ക് അങ്കമാലിയുടെ പരിസരത്ത് നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇതിനെല്ലാം വേണ്ടത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിലും പൊതുവെ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും MLA-യുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സഹകരിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരമാണ്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷനായിരുന്നു. മാത്യുവിടെ സൂചിപ്പിച്ചതുപോലെ 87 ലക്ഷം രൂപ മുടക്കി കേന്ദ്ര സഹായത്തോടുകൂടി കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമൃത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഈ ഐക്കാട്ടുകടവ് അമ്പലക്കുളം കെട്ടി സംരക്ഷിച്ച് എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ അതിലെ ജലലഭ്യതയും അതുപോലെ തന്നെ നമ്മുടെ നീന്തലിനുമൊക്കെ സൗകര്യമൊരുക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ സൗകര്യമൊരുക്കിക്കൊണ്ട് വളരെ നല്ലൊരു പദ്ധതിയായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നേട്ടം തന്നെയാണ്. റജി മാത്യുവിൻ്റെ കാലത്ത് അദ്ദേഹം നിരന്തരം നമ്മുടെ അങ്കമാലി നഗരസഭയിലെ പല കുളങ്ങളും ഇതുപോലെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അങ്കമാലി നഗരസഭയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ തുക മുടക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അതിൻ്റെ പണിയുടെ കാലം തൊട്ട് തന്നെ റജി വളരെ സംതൃപ്തിയോടുകൂടി ഇത് എല്ലാ ദിവസവും വന്നു നോക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ദിവസത്തെ അവലോകന റിപ്പോർട്ട് അവിടെ അറിയിക്കുകയും AXCയും AEയും ഓവർസിയറുമൊക്കെയായി സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമായിരുന്നു. ശ്രീ മാത്യു തോമസും അതിന് പൂർണ്ണ പിന്തുണ തന്നെ നൽകിക്കൊണ്ടുവരുന്നു. ഏതായാലും നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും ഈ സന്തോഷത്തിൽ അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കുവാൻ അതിയായ സന്തോഷം തന്നെയുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഇവിടെ ബെന്നിച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ പീച്ചകാനക്കാട് ബെന്നിച്ചേട്ടനെ സംബന്ധിച്ചും ശ്രീ റോജി എം ജോണിനെ സംബന്ധിച്ചുമൊക്കെ അവർ റോജിയെ സംബന്ധിച്ച് 9 മണ്ഡലങ്ങളുണ്ടെങ്കിലും അങ്കമാലിയോട് എപ്പോഴും ഒരു വാത്സല്യം നമുക്ക് തരുന്നയാളാണ്. അതുപോലെ ബെന്നിച്ചേട്ടനും ചാലക്കുടിയിൽ ഇതുപോലെ 7 നിയോജകമണ്ഡലങ്ങളുണ്ടെങ്കിലും അങ്കമാലിയോടും അങ്കമാലി മുനിസിപ്പാലിറ്റിയോടും ഒരു പ്രത്യേക വാത്സല്യമൊക്കെ കാണിച്ച് നമുക്ക് MP ഫണ്ടായാലും MLA ഫണ്ടായാലും കുറേ അനുവദിച്ചു തരുന്നതിനാൽ വളരെയധികം പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ തവണ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ MLA ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മിനി മാസ്റ്റർ ലൈറ്റുകളും ഹൈ മാസ്റ്റർ ലൈറ്റുകളും ഒക്കെ നഗരസഭയ്ക്ക് ആവശ്യമായ അത്രയും എണ്ണം തന്നെ തന്നുകൊള്ളാമെന്ന്. അതുപോലെ കഴിഞ്ഞ ഒരു യോഗത്തിൽ ബെന്നിച്ചേട്ടനും ഇതുപോലെ സംസാരിച്ചപ്പോൾ അങ്കമാലിക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് നോക്കിയിട്ട് ഏതായാലും എല്ലാവർത്തേലും കൂടുതൽ അങ്കമാലിക്ക് തന്നേക്കാം, അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ കാലങ്ങളുള്ളൂ, ഇനി സമയങ്ങളുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഇവർ 2 പേരുടെ സഹായത്തോടു കൂടി അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ കാതലായ ഒരു മാറ്റവും പരിഷ്കാരവും വികസനവും നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ സഹായം അതിനുണ്ടാകും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോജി എം ജോൺ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏതൊരു വ്യക്തിക്കും മനസ്സിനൊരു കുളിർമ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്ന തരത്തിൽ ആ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഇക്കാര്യത്തിൽ നമ്മുടെ അങ്കമാലി നഗരസഭാ ഭരണസമിതി ഇവിടെ ശ്രീ റജി മാത്യു നേരത്തെ അദ്ദേഹം ചെയർമാനായിരുന്നു, അതിനുശേഷം ശ്രീ മാത്യു തോമസ് ചെയർമാനായി വന്നു, ഇപ്പോൾ അഡ്വക്കേറ്റ് ഷിയോ പോൾ ചെയർമാനാണ്. ഇവരുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് ഏറ്റവും ഭംഗിയായി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ജനപ്രതിനിധികളെയും അങ്കമാലി നഗരസഭാ ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സർക്കാർ ഫണ്ടുകൾ നമുക്ക് ആരാധനാലയങ്ങൾ, അതിപ്പോൾ ക്ഷേത്രമായാലും പള്ളിയായാലും അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള കുളങ്ങൾ ജലാശയങ്ങളൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ സാങ്കേതികമായി പലപ്പോഴും തടസ്സമുണ്ടാവും. കാരണം അതൊരു ആരാധനാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ ഒക്കെ ഉടമസ്ഥതയിലാണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ ഈ കുളം ഇത് ക്ഷേത്രത്തിന് മാത്രമല്ല ഈ നാടിന് മൊത്തത്തിൽ അത് പ്രയോജനപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടി
അത് നഗരസഭയുമായി ചേർന്നുകൊണ്ട് അത് പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആ ക്ഷേത്രകുളം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് നഗരസഭയുമായി സഹകരിച്ച് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ സന്നദ്ധമായ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ ഇതിൻ്റെ ഭരണസമിതിയെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ പല ക്ഷേത്രകുളങ്ങളോ അല്ലെങ്കിൽ പല ആരാധനാലയങ്ങളുടെയൊക്കെ കുളങ്ങൾ ഇതുപോലെ നമ്മൾ നവീകരിക്കാൻ പോകുമ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ മാത്രം ഉടമസ്ഥതയിലാണ് എന്നതുകൊണ്ട് നമുക്കതിന് ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ സന്നദ്ധമായി വന്നതുകൊണ്ടാണ്, അത് മുനിസിപ്പാലിറ്റിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി വന്നതുകൊണ്ടാണ് അത് മുനിസിപ്പാലിറ്റിക്കായാലും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ചെയ്യുവാനായിട്ട് സാധിച്ചത്. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. വാർഡ് കൗൺസിലറും മുൻ ചെയർമാനുമായ റെജി മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. അസമയങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒറ്റപ്പെട്ട വിജനമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഒരു സൈഡിൽ പാടശേഖരമാണ്, വളരെ ആഴമുള്ള കുളമാണ്. അപ്പോൾ അപകട സാധ്യതയും അതുപോലെ തന്നെ ദുരുപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും ഉള്ളതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല. അതേപോലെ തന്നെ അമ്പലക്കുളത്തിൽ വരുന്നവർ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കണം. മാത്രമല്ല സോപ്പ്, എണ്ണ എന്നിവയുടെ ഉപയോഗം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം വെള്ളം എപ്പോഴും പുറത്തോട്ട് ഒഴുകി പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന നഗരസഭയാണ് അങ്കമാലി. ഇവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മര്യാദകളും അതേപോലെ തന്നെ പൊതുസമൂഹം അനുവർത്തിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ട് ആർക്കും ഈ കുളം ഉപയോഗിക്കാവുന്നതാണ്. നഗരസഭാ മുൻ ചെയർമാൻ മാത്യു തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജസ്മി ജിജോ, പോൾ ജോവർ, ലെക്സി ജോയ്, കൗൺസിലർമാരായ PN ജോഷി, AV രഘു, അമൃത് 2 മിഷൻ എക്സ്പെർട്ട് PJ റഹ്മത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV ശോഭിനി, എഞ്ചിനീയർ VS പ്രസാദ്, ഐക്കാട്ട് ദേവസ്വം ട്രസ്റ്റ് രക്ഷാധികാരി AN ഹരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ, ഹരിത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു മാത്യു, NSS കരയോഗം സെക്രട്ടറി സുകുമാര പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് മനസ്സിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഒത്തിരിയേറെ പാടശേഖരങ്ങളും ജലാശയങ്ങളും കുന്നുകളും സമതലങ്ങളുമൊക്കെയായിട്ട് വളരെ ഭംഗിയായ പച്ചപ്പാർന്ന മനസ്സിന് വളരെയേറെ സന്തോഷം നൽകുന്ന കുളിർമ നൽകുന്ന നമ്മളുടെ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഭംഗി ഞാനിങ്ങനെ 2 വാക്കുകളിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതല്ല. കാരണം മനസ്സ് വളരെയേറെ സങ്കുലിതമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ, ഒത്തിരിയേറെ ടെൻഷൻ പിടിച്ച അവസരങ്ങളിൽ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ പാർക്കിൽ വരാറുണ്ട്, ഐക്കാട്ടുകടവിൽ. അതിൻ്റെയും പുനരുദ്ധാരണ വർക്കുകൾ നടക്കുകയാണ്. ഏകദേശം 90 ലക്ഷം രൂപ വരുന്ന ഐക്കാട്ടുകടവ് പാർക്കിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരികയാണ്. നമുക്ക് അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തത ലഭിക്കും. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് നമ്മളുടെ അസ്തമയ സൂര്യനെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സന്ദർഭം, മാഞ്ഞാലിത്തോടിൻ്റെയൊക്കെ ഒരു കുളിർമ മനസ്സിനെ വളരെ ശാന്തമാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ കുളം നമുക്കറിയാം വളരെയേറെ പഴക്കമുള്ളതും റവന്യൂ ഭൂമികളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായിട്ടുള്ള കുളമാണ്. എന്നാൽ എന്നേക്കാൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. സൈഡുകളൊക്കെ ഇടിഞ്ഞ് ചെളി നിറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് അമൃത് 2 പദ്ധതിയിലൂടെ അതിൻ്റെ സൈഡുകളെല്ലാം വളരെ ഭംഗിയാർന്ന രീതിയിൽ കെട്ടിപ്പൊക്കി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അതിന് നല്ല ഭംഗിയായിട്ട് ഹരിത കളറ് തന്നെ കൊടുത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് പ്രധാനമന്ത്രിയുടെ വളരെ അഭിമാന പദ്ധതിയായിട്ടുള്ള അമൃത് 2 പദ്ധതി 2024 ഭാരതത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം ആവശ്യമുള്ള എല്ലാ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജലസംഭരണികൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ് അമൃത് 2 പദ്ധതി. അതുവഴി നമുക്കറിയാം അങ്കമാലി നഗരസഭയിൽ തന്നെ ലക്ഷക്കണക്കിന്, അതായത് 1000 ചില്ലാൻ പൈപ്പ് കണക്ഷനാണ് നമ്മൾ അങ്കമാലി നഗരസഭയിൽ കൊടുത്തിട്ടുള്ളത്. അതുവഴി നമുക്ക് പൊതു ടാപ്പുകൾ കട്ട് ചെയ്യുന്ന വഴി നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് അങ്കമാലി നഗരസഭയ്ക്ക് സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള റെജി ചേട്ടൻ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പദ്ധതിയാണിപ്പോൾ ഇത് ഇത്രയും ലക്ഷക്കണക്കിന് 87-88 ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി ചിലവാക്കണമെങ്കിൽ അദ്ദേഹം ചെയർമാനായ സമയം മുതൽ ഇതിനുവേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്നിവിടെ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചുള്ളത്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എത്ര പേർക്ക് ഇതിൻ്റെ പെയിൻ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപക്ഷെ ഒരേ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു വാർഡ് കൗൺസിൽ ചെറിയൊരു പദ്ധതിയാണെങ്കിലും നടപ്പിലാക്കിയെടുക്കാൻ അതിൻ്റെ പുറകെ നടന്ന് വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ചെറിയതോ വലുതോ ആയിട്ടുള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി നമുക്ക് നാം ഒന്നുകൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരള സർക്കാർ പറയുന്നു ഇവിടെ ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ഒന്നും തരില്ല, കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് പറയും ഞാൻ ഇവിടുത്തെ ഏറെ ബഹുമാനപ്പെട്ട ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കേന്ദ്ര സർക്കാർ തരാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ പദ്ധതി ഏതാണ്ട് ഈ കുളത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഐക്യാട്ട് കടവിനും വേണ്ടിയിട്ട് അതിൻ്റെ പുനരുദ്ധാരണത്തിനും വേണ്ടി ഏതാണ്ട് 2 കോടി രൂപയോളം നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് ലഭ്യമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കരുതലോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ വിലപിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കുളങ്ങളും അതുപോലുള്ള നീർച്ചാലുകൾ എവിടെയൊക്കെ ഉണ്ടാവും സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്ന മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ കൗൺസിലറെ ഞാൻ ഏറെ ബഹുമാനത്തോടു കൂടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇത് രാഷ്ട്രീയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് രഘുവിൻ്റെ ഇതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഒരു മറുപടി പറയാനുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ചെയർമാൻ അടക്കമുള്ളവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഓർക്കുവാനും അത് ചെയ്തു വരുന്ന അതിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിക്കുവാനും വേണ്ടിയാണ്. അതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പദ്ധതി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും മുനിസിപ്പാലിറ്റിയോട് ഓർമ്മിക്കാനുള്ളത് ഇതിന് മെയിൻ്റനൻസൊക്കെ വരും. അപ്പോൾ അമൃതം പദ്ധതിയിൽ പെടുത്തിയതെന്നും പറഞ്ഞുകൊണ്ട് കൗൺസിലർ അന്നും റെഡിയാണെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർ ആ രീതിയിലുള്ള ഒരു സഹകരണ ഭാഗത്തു നിന്നുണ്ടാവും. വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനുള്ള ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. മറിച്ച് അത്യാവശ്യം ആനുവൽ റിപ്പയറിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് പദ്ധതിയിൽ പെടുത്തിയിട്ടായാലും ഞങ്ങൾക്ക് അത് ചെയ്ത് തരണം. ഒരു 30-35 വർഷം മുമ്പ് ഈ ജനങ്ങൾ ഞാനടക്കം കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുളമാണിത്. ഏത് വരൾച്ചയിലും കുളം വറ്റാറില്ല, എങ്കിലും ഉപയോഗശൂന്യമായിരുന്നു. അത് നവീകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച അങ്കമാലി മുനിസിപ്പൽ കൗൺസിലിൻ്റെ തീരുമാനം പ്രശംസനീയമാണ്, ശ്ലാഘനീയമാണ്. ഇത്തരം പുരാതന കുളങ്ങൾ സംരക്ഷിക്കുക വഴി നാടിൻ്റെ ജലസ്രോതസ്സിനെ സംരക്ഷിക്കുകയാണ് ഈ സൽക്കർമ്മത്തിലൂടെ നടന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു കുളം പുതുതായി നിർമ്മിക്കുക എന്നത് അസാധ്യമാണ്. പഴയത് കണ്ടെത്തി സംരക്ഷിക്കുക എന്നതാണ് അഭികാമ്യം. എന്നാൽ നല്ലതിനെ എതിർക്കുന്ന പുരോഗമനവാദികൾ എന്ന് മേനി അടിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള കാര്യം വിഷമത്തോടെ പറയട്ടെ. അമ്പല ട്രസ്റ്റ് പലതവണ ശ്രമിച്ചിട്ടും പണം ഏറെ ചെലവഴിച്ചിട്ടും ഇത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്കും വൃത്തിയുള്ളതും മനോഹരമാക്കിയതിന് ദൈവത്തിന് നന്ദി. ഈ കുളം അമൃത പദ്ധതിയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാർ 87 ലക്ഷം ഫണ്ട് അനുവദിച്ചു എന്നറിഞ്ഞത് മുതൽ ഇത് യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹമാണ് ഇന്ന് സഫലമായത്. ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ഇഷ്ടപ്പെട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയ നമ്മുടെ കൗൺസിലറും മുൻ ചെയർമാനുമായ ശ്രീ രജി മാത്യുവിനെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അമ്പലക്കുളം വരും തലമുറകൾ കൂടി ഉപയോഗിക്കാനായി വൃത്തിയായും, സാധാരണ അമ്പലക്കുളങ്ങളിൽ എണ്ണയും സോപ്പും മറ്റ് തുണികളൊന്നും കഴിയാറില്ല, ശുദ്ധിയോടെയും സംരക്ഷിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിലേക്ക് വളരെ മനോഹരമായി ഇവിടെ തീർത്തിരിക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് പിച്ചാനിക്കാട് എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ ഐക്കാട്ടാട് ഹരിത റെസിഡൻറ്റ് അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഇത് വളരെയധികം പ്രയോജനകരമായിട്ട് തീരുവാനായിട്ട് ഭാവിയിൽ ഇത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഇനിയും വരുന്നുണ്ട്. ഇവിടെ മുമ്പ് പലരും അത് ഓർപ്പിച്ചു. നമ്മുടെ പാർക്ക്, ഐക്കാട്ടടവ് പാർക്ക്, അതുപോലെ തന്നെ നടപ്പാത, ഈ പദ്ധതികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായിട്ട് അത് തുറന്നു കൊടുക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. 21 സെന്റ് വിസ്തൃതിയുണ്ട് അമ്പലക്കുളത്തിന്.
ചോല വിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങൾക്ക് നടുവിൽ തെളിനീർ നിറഞ്ഞു നിൽക്കുന്ന കുളം ഒരു മനോഹര കാഴ്ച തന്നെയാണ്. കുളത്തിലേക്കിറങ്ങുന്ന പടവുകൾ ഹാൻഡ് റെയിൽ സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. 4 വശങ്ങളിലും ചുറ്റി സഞ്ചരിക്കാൻ ടൈൽ വിരിച്ച് ആകർഷകമാക്കിയ നടപ്പാതയുമുണ്ട്. പച്ച നിറത്തിലുള്ള കൈവരികളാണ് നടപ്പാതയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 2 ആൾ താഴ്ചയുള്ള കുളത്തിൽ 50 ലക്ഷം ലിറ്ററോളം വെള്ളം ശേഖരിക്കാനാകുമെന്നാണ് കരുതുന്നത്. സമീപത്തെ 100 കണക്കിന് വീടുകളിലെ കിണറുകളിൽ ശുദ്ധജലം എത്തിക്കുന്നത് വഴി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നവീകരിച്ച ഐക്കാട്ടുകടവ് അമ്പലക്കുളം പ്രയോജനപ്പെടും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.